ദേഹത്തിൻ മുകിലൊത്ത നീല നിറവും നൂറമ്മമാർ തോറ്റുപോമോഹത്തിൻ നിറവും നറും നെറുകയിൽ ചാറും മയിൽപ്പീലിയും മോഹത്തിൻ കടവേററുത്ത് കളയും കണ്ണേറു വീക്ഷിച്ചു ഹൃദാഹത്തിൻ തിലവാരി ബാഷ്പചരിയിൽ തോന്നുന്നതെന്നാണ് ഞാൻ. പൊന്നുണ്ണി കണ്ണാ, പൊന്നമ്പുരാനെ, ഭഗവാനെ, ഭക്തവത്സല, ഇന്നും അങ്ങയുടെ ചരിതം വർണ്ണിക്കാനുള്ള അവസരം അനുഗ്രഹം തന്നതിന് കോടി കോടി പ്രണാമം. നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഒരു വലിയൊരു ചതീര കഥയാണ്. അപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിന് മഹിമയിൽ വേദനിച്ചിട്ട് ഇരിക്കുന്ന ഒരു വൃത്തികെട്ടൊരുത്തനുണ്ടല്ലോ, ഒരു ദുര്യോധനൻ. അപ്പൊ ദുര്യോധന് ശകുനി കൂട്ടുകാരന് അങ്ങനെയല്ലേ ഉണ്ടാവുക. യുധിഷ്ഠിരന്റെ പ്രതാപം നീ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവര് പറഞ്ഞ ശകുനി എത്ര സാമന്ത രാജാക്കന്മാരാണിപ്പൊ. എന്തുമാത്രം ധനം. ഗംഗാസമതലത്തിൽ നന്മ ചെയ്യുന്നവർക്ക് നന്മ ഉണ്ടാവുന്നില്ലത് ഈ ബുദ്ധികൾക്ക് അറിയില്ല. നമ്മൾ ഈ ചെയ്തികൾ കൊണ്ട്, ദുഷ്പ്രവൃത്തികൾ കൊണ്ടാ നമ്മളിങ്ങനെ അധപ്പതിക്കുന്നതെന്ന് അറിയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിനാശകാലി വിപരീത ബുദ്ധിയല്ലേ. ഗംഗാസമതലത്തിൽ അവൻ തന്നെയാണ് ഇപ്പൊ രാജാവ് ദുര്യോധന. നിനക്ക് ചക്രവർത്തി ആകണമെങ്കിൽ ധർമ്മജൻ ഇല്ലാതായേ മതിയാവും. ആഗ്രഹിച്ചു വെച്ചാ മതി കേട്ടോ. അല്ലെങ്കിൽ ധൃതരാഷ്ട്രന്റെ മരണശേഷം പാരമ്പര്യം അനുസരിച്ച് ഹസ്തിനാപുരവും ദുര്യോധനും ധർമ്മജന്റെ പാദങ്ങളിൽ അടയാറവും. അത് റെഡി ആയിട്ടുണ്ടാവും. അതിനാരും പേടിക്കണ്ട കേട്ടോ, അതുണ്ടാവും. ശകുനിയുടെ വാക്കുകൾ ദുര്യോധനനിൽ പകയുടെ വിത്തുകൾ വീണ്ടും വീണ്ടും പാകിക്കൊണ്ടിരുന്നു. അതാണ് ശകുനിക്ക് വേണ്ടതും. എന്നിട്ട് ഈ ഹസ്തിനാപുരെല്ലാം നശിപ്പിച്ചിട്ട് കാന്ധാരത്തിലേക്ക് തിരിച്ചു പോകുന്നിട്ട് വന്ന ആളാണ് ഇവൻ. കാന്ധാരത്തിലേക്ക് ഇനി പോവുമോ? അതും പോവില്ല. അവന്റെ അസ്ഥി കൂടെ ഇവിടെ തന്നെ അമരല്ലേ. ദുര്യോധനൻ ചിന്തിച്ചു, അമ്മാമൻ പറഞ്ഞത് അത്ര ശരിയാന്ന് ഈ ഒട്ടിക്കറിയുന്നില്ല. ഈ അമ്മാമൻ നമ്മളെയും ചതിക്കാനാണ് വന്നതെന്ന്. എല്ലാ രംഗങ്ങളിലും പാണ്ഡവർ മികച്ചു നിൽക്കുന്നു. അവരെ സഹായിക്കുന്നവർ സ്വാർത്ഥമോഹികളും അല്ല. അത് നല്ലതിനെ തിരിച്ചറിയൂ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുമാതിരി നല്ല ആൾക്കാരല്ലേ നല്ല ആൾക്കാരോട് കൂടൂലോ. സജ്ജനങ്ങളല്ലേ സജ്ജനങ്ങളെ അന്വേഷിച്ച് നടക്കൂ. ദുർജനങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ പോവും. അവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. നല്ല സഹായം നൽകുന്നവർ വിവേകശാലികളും ശ്രേഷ്ഠരുമാണ്. ഓരോ ദിവസം കഴിയും തോറും പാണ്ഡവർ മികച്ചു വരികയാണ്. അത് പാടില്ല. ഒരു വേരോട് ഇളക്കണം. അതിനെന്താണ് മാർഗം? ഇതാണിപ്പം ചിന്ത. ദുരാഗ്രഹ്യായ ദുര്യോധന്റെ ബുദ്ധിശാലയിൽ ഒന്നും തെളിഞ്ഞു വന്നില്ല. ബുദ്ധിശാല പണിശാല. ഓട്ടപ്പയന്റെ ബുദ്ധിശാലി കൊണ്ട് ദുര്യോധന ശകുനിയെ തന്നെ അഭയം പ്രാപിച്ചു. ശകുനി പറഞ്ഞു, വിധി വിഹിതം തടയുവാൻ ആർക്കും കഴിയുകയില്ല. അതൊരു സത്യം പറഞ്ഞു. ഹരി, ഈ ശകുനി. യുധിഷ്ഠിരൻ ഗംഗാസമതലത്തിന്റെ അധിപതിയായി വാഴുകയോ? അതൊരിക്കലും അനുവദിച്ചുകൂടവനെ, അതൊരിക്കലും അനുവദിച്ചുകൂടാ. വീരയോദ്ധാക്കളെല്ലാം നിന്റെ ഭാഗത്താണ്. മഹാനായ കർണനുണ്ട്, ശക്തനായ അശ്വത്ഥാമാവുണ്ട്, തന്ത്രശാലിയ ബൃഹദ്രഥനുണ്ട്, പ്രതാപിയായ ഭഗദത്തനുണ്ട്, ഗദായോധന വിദഗ്ധന ദുശാസനുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട് തുടങ്ങിയ മഹാത്മാക്കള്. ഇവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ഗംഗയുടെ വിരുമാറിൽ യുധിഷ്ഠിരൻ രാജ്യഭാരം ആളുകയോ? അതൊരിക്കലും നടക്കൂല മോനെ. പക്ഷെ അവരോട് യുദ്ധത്തിന് വരുവാൻ ഇവരാരും മുതിരുകയില്ല. അതാണ് സത്യം. ആ പാണ്ഡവന്മാരുടെ സന്തത സഹചാര്യ ഗോപാലനെ ഇവർ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് അവരോട് യുദ്ധത്തിന് ഇവര് തയ്യാറാവാത്തത് എന്ന് പറഞ്ഞു. എന്തൊരു ഗോപാലൻ. ആ പേര് പറയാൻ യോഗ്യതയുണ്ടോ ഈ വിദ്യാസുരന്മാർക്കെല്ലാം? ശിശുപാലനെയും ദന്തവക്രനെയും കൊല്ലുവാൻ യത്നിച്ചതും കൊന്നതും ഗോപതിയാണ്. ജരാസന്ധനെ വധിക്കുവാൻ പ്രേരണ നൽകിയത് മാധവനല്ലാതെ മറ്റാരുമല്ല. ആ സ്ഥിതിക്ക് മാധവൻ ഏർപ്പെടാത്ത ഏതെങ്കിലും ഒരു തന്ത്രത്തിലൂടെ മാത്രമേ പാണ്ഡവരെ നശിപ്പിക്കുവാൻ കഴിയൂ. തലക്ക് വരച്ചിട്ടുണ്ടാകും കഴുതയെ. ഇത്രയും പറഞ്ഞ് ശകുനി ചിന്തയിലാണ്ടു. ദുശങ്കകളുടെയും ഗൂഢതന്ത്രങ്ങളുടെയും കേളീരംഗമായ ശകുനിയുടെ ഹൃദയം പല വഴികളിലേക്കും കടന്നു. ദൈവഹിതം പൂർത്തിയാവേണ്ടതിന് ഒരു ഉപായം സരസ്വതീദേവി തന്നെ ശകുനിയുടെ മനസ്സിൽ കൊണ്ടുവന്നു. അതാണ് പണ്ട് മന്ധരയുടെ നാവിലിരുന്നിട്ട് പറയിപ്പിച്ച ദേവിക്ക് ഇതെളുപ്പല്ലേ. ഉപായം മനസ്സിലുറഞ്ഞപ്പോൾ ശകുനി ചാടി എഴുന്നേറ്റു. എല്ലാം എഴുന്നേറ്റാ മതി, വീണിട്ട് കാലോളി ഉണ്ടായിരുന്നു.
ഓമരം മുറഞ്ഞു തുള്ളുന്നത് പോലെ ചാടി നടന്നു. ശകുനിയുടെ സന്തോഷം ദുര്യോധനനിലേക്ക് ലേശം പകർന്നെങ്കിലും കഥ അറിയാത്തത് കൊണ്ട് പരിങ്ങിയിരുന്നു. ഈ മുടന്തൻ ഇങ്ങനെ ചാടി ഉറഞ്ഞു തുള്ളുന്നതാണ് നല്ല രസം ഉണ്ടാവില്ലേ? ശകുനി പറഞ്ഞു, മകനേ ദുര്യോധന, നിന്റെ ജീവിതമാണ് എന്റെ അഭികാമ്യത. നിന്റെ അപജയം അമ്മാവന് മരണതുല്യമാണ് മകനെ. യുധിഷ്ഠിരനെ ചോദിന് വിളിക്ക്. ആഹാ, ചോത് യുദ്ധമാണ്. രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള ദേവവിനോദാണ് ചോത്. ചോതിന് വിളിച്ചാൽ ഒഴിവാനാവുകയില്ല. പക്ഷേ അവർ ഇവിടെ വന്നതിന് ശേഷമേ ചോതിന്റെ കഥ പറയാവൂ കേട്ടോ. നിനക്ക് വേണ്ടി ഞാനാണ് കളിക്കുക. അത് ആദ്യം പറയരുത്, പറഞ്ഞവൻ വരൂല. പന്തയം വെക്കുന്നത് നീയാണ്. അക്ഷം എറിയുക മാത്രം എന്റെ കൃത്യം. ഇത് അച്ഛന്റെ കാലത്തൊടയിലത്തെ അസ്ഥി കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന അക്ഷാന്ന് ഇവൻ്റെത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആനന്ദചിത്തനായ ദുര്യോധന അമ്മാവനെ ആലിംഗനം ചെയ്തു. അമ്മാവൻ ദുര്യോധന്റെ നിർബന്ധം മൂലം ധൃതരാഷ്ട്ര പാണ്ഡവരെ ഹസ്തിനാപുരത്തിലേക്ക് വിളിപ്പിച്ചു. അമ്മയോടും പാഞ്ചാലിയോടും ഒത്തവർ വന്നു. ഹസ്തിനാപുരം ആഘോഷത്തിൽ മുഴുകി. ഗാന്ധാരി കുന്തി ആശ്ലേഷിച്ചു, സ്വീകരിച്ചു. ധൃതരാഷ്ട്ര പാണ്ഡവരുടെ പേര് പറഞ്ഞ് ആലിംഗനം ചെയ്തു. പേര് പറഞ്ഞാലും മതി. വിതുരർ എല്ലാവരെയും ഉപചരിച്ചു, സ്വീകരിച്ചു. സഭ കൂടിയപ്പോൾ പാണ്ഡവരോട് ധൃതരാഷ്ട്രർ പറഞ്ഞു, പ്രിയ പാണ്ഡുസുതരെ, നിങ്ങളെ ഇപ്പോൾ വിളിപ്പിച്ചത് ആഘോഷത്തോടെ പ്രഭാഷണം കുറച്ചുനാൾ ഇവിടെ വസിക്കുവാനാണ്. നിങ്ങൾ രണ്ടു കുരിയിൽ വസിക്കുക മൂലം പഴയതുപോലെ ഹസ്തിനാപുരം ഉണരുന്നില്ല കുട്ടികളെ. വൃദ്ധനായ എന്നിൽ കനത്ത ഏകാന്തത പടർന്നു കയറുന്നു. സ്വസ്ഥത ഊർന്നു പോകുന്നു. ജന്മനായുള്ള അന്ധത മനസ്സിലും പടരുന്നത് അല്ലെങ്കിലും ഉണ്ട്. ഇനിയിപ്പം പടർന്നു കയറാനില്ല. അത് ഒഴിവാക്കുവാൻ നിങ്ങളുടെ ഒരുമയുള്ള വിനോദങ്ങൾ സഹായിക്കും. രണ്ടുപുരിയിൽ വളരുന്ന നിങ്ങളുടെ മനസ്സുകൾ കൂടുതൽ ഇണങ്ങിച്ചേരുകയും ചെയ്യും. പറഞ്ഞാ മതി. ധർമ്മജൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ അഭിമതം പോലെ ആവട്ടെ. ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ പാർക്കാം, കളി വിനോദങ്ങളിൽ ഏർപ്പെടാം. അങ്ങയുടെ മനസ്സിൽ ആനന്ദം വർഷിക്കുക ഞങ്ങൾക്കും ആഹ്ലാദകരമല്ലേ. പാവം. ധൃതരാഷ്ട്രർ ഇത് കേട്ട് പറഞ്ഞു, യുധിഷ്ഠിര, നിങ്ങളുടെ വാക്കുകൾ ധർമ്മം അറിഞ്ഞു തന്നെയാണ്. ഏത് കളിയിലാണ് നിങ്ങൾ ഏർപ്പെടുക? ഞാനൊരു കളി പറയാം, എനിക്കും പ്രിയപ്പെട്ടതാണ്. അതിൽ ഏർപ്പെട്ടു വിനോദിക്കുവൻ. ദ്യൂതമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചൂത് കണ്ടാ. രാജാക്കന്മാർക്ക് പ്രിയം ചേർന്ന വിനോദമാണ് വാശിയോടെ കളിക്കുക. എനിക്ക് നയനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വിനോദത്തിൽ ഏർപ്പെട്ട് സന്തോഷിക്കുമായിരുന്നു. ധൃതരാഷ്ട്രന്റെ വാക്കേട്ട് എല്ലാവരും ഞെട്ടി. എല്ലാവർക്കും അറിഞ്ഞു ഇത് ചതിയാണെന്ന്. ധർമ്മപുത്രർ പറഞ്ഞു, പിതാവേ, ചൂതുകളി സപ്തവ്യസനങ്ങളിൽ ഒന്നാണ്. അത് കളിക്കുവാൻ അങ്ങ് നിർബന്ധിക്കരുത്. എനിക്കത് താല്പര്യമുള്ള വിനോദമല്ല അച്ഛാന്ന് പറഞ്ഞു. അല്ലച്ഛാന്ന് പറഞ്ഞു. ധൃതരാഷ്ട്ര, മകനെ, രണ്ട് രാജാക്കന്മാർ തങ്ങളിലാണെങ്കിൽ വാശിയും വൈരാഗ്യവും ഏറുമെന്നുള്ളത് കൊണ്ടാണ് രാജാക്കന്മാരുടെ 7 വ്യസനങ്ങളിൽ ഒന്നായത്. അത് ഇവിടെ നിങ്ങൾ രാജാക്കന്മാരല്ലല്ലോ, കുട്ടികളല്ലേ, സഹോദരങ്ങളല്ലേ. സഹോദരന്മാർ തമ്മിൽ വെറും തമാശക്ക് വേണ്ടിയല്ലേ, രസകരമായി വിനോദിച്ചാലും. വിധിവിഹിതം എന്നോർത്ത് ധർമ്മജൻ ധൃതരാഷ്ട്രന്റെ വാക്കുകൾ ബഹുമാനിച്ചു. ധൃതരാഷ്ട്രം തുടർന്നു, ദുര്യോധന, കഴുതയെ, ബുദ്ധിയില്ലാത്തവനെ, ധർമ്മജൻ വിനോദത്തിന് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അക്ഷലേഖനം നടത്തി നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. ഒരിക്കലും വിനോദം പകയിലെത്തരുത്. ദുര്യോധന, പിതാവേ, എനിക്ക് അങ്ങയുടെ വാക്കുകൾ അമൃതമാണ്. ഞാനിതാ സന്നദ്ധനായിരിക്കുന്നു. എനിക്ക് വേണ്ടി അമ്മാമൻ കളിക്കും. ശകുനി അമ്മാവന് കളി നന്നായി അറിയാം. അധർമ്മം വരികയുമില്ല. പന്തയം ഞാൻ പറഞ്ഞുകൊള്ളാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ചൂതുകളി തുടങ്ങി. കലിബാധിതനായ ധർമ്മജൻ ഒരു ഭ്രാന്തനെ പോലെ കളിച്ചു. ധർമ്മജനെ കലിബാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ധനം, ആയുധങ്ങൾ, രാജ്യം, ഇങ്ങനെ ഓരോന്നായി പന്തയം വെച്ച് കളിച്ചു. ഓരോ പ്രാവശ്യവും തോറ്റുകൊണ്ടേയിരുന്നു. ബുദ്ധി പതറി എല്ലാം നഷ്ടപ്പെട്ട ധർമ്മജനോട് എന്താണ് ഇനി പണയം വെക്കാനുള്ളത് എന്ന് ചോദിച്ചു. ദുര്യോധനൻ. മനസ്സിന്റെ സമനില തകർന്ന ധർമ്മജൻ അനുജന്മാരെ പണയം വെച്ചു. ഓരോ അനുജനെയും പന്തയം പറഞ്ഞു കളിച്ചു. എല്ലാ പ്രാവശ്യവും ധർമ്മജൻ തോറ്റു. ശകുനിയും ദുര്യോധനാദികളും ആർത്ത് ചിരിച്ചു. കളി കാര്യത്തിലേക്ക് കടക്കുന്നത് കൊണ്ട് ധൃതരാഷ്ട്രർക്ക് മുന്നറിവ് നൽകി. ചൂതുകളി അവസാനിപ്പിക്കുവാൻ വിതുരർ പറഞ്ഞു. എന്നാൽ ദുര്യോധന്റെ വിജയം ഒരു സുഖമായി ധൃതരാഷ്ട്രന് തോന്നി. അതല്ല കളി, സുഖം തന്നെയല്ലേ അത്. വിതുരരുടെ വാക്കുകൾ ആരും കേട്ടില്ല. രാജാവ് ഒട്ടും കേട്ടില്ല.
അദ്ദേഹത്തിന് കണ്ണല്ല, മനക്കണ്ണും കൂടി നഷ്ടപ്പെട്ടിട്ടില്ലേ പല്ലത്. ധർമ്മജന്റെ സഹജന്മാർ പന്തയത്തിൽ ദുര്യോധന്റെ അടിമകളായി. കിരീടവും ആഭരണങ്ങളും നഷ്ടപ്പെട്ട് ഭീമാദികൾ നിന്നു. ദുര്യോധനൻ ചോദിച്ചു, ഇനി എന്താണ് പന്തയം? ഞാൻ തന്നെയാണ് ഇനി പന്തയം, ധർമ്മജൻ പറഞ്ഞു. ഭാര്യയുള്ളപ്പോൾ ഭർത്താവ് സ്വയം പന്തയമാകുവാൻ സാധ്യമല്ല. പാഞ്ചാലി ഉണ്ടല്ലോ പന്തയമാകുവാൻ, ദുര്യോധന പക്ഷക്കാർ പറഞ്ഞു. ഭ്രാന്തനെ പോലെ യുധിഷ്ഠിരൻ പരമപവിത്രയായ പാഞ്ചാലിയെയും പണയം വെച്ചു. ഇതൊരു കഷ്ടാന്ന് ആലോചിച്ചു നോക്കിക്കോ. യോ, വിചാരിക്കാൻ പോലും പറ്റുന്നില്ല ഗുരുവായൂരപ്പ. ഭീമന്റെ കണ്ണുകൾ ജ്വലിച്ചു. കിരീടി കൈത്തലം തിരുമ്പി. നകുല സഹദേവന്മാർ തല കുമ്പിട്ട് നിന്നു. യുധിഷ്ഠിരൻ വീണ്ടും ചൂട് കളിച്ചു. അതുവരെ അവർ സഹിച്ചു. പാഞ്ചാലിയെ പണയം വെക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. പാഞ്ചാലി അഞ്ചാളുടെയും സ്വത്തല്ല, ഇദ്ദേഹത്തിന്റെ മാത്രമല്ലല്ലോ. നിർഭാഗ്യം യുധിഷ്ഠിരന് പൊതിഞ്ഞു നിന്ന്. ഇക്കുറിയും കളി തോറ്റു. പാഞ്ചാലിയും ദുര്യോധനാദികൾ കടിമയായി. ദുശാസന ആർത്ത് ചിരിച്ചു. ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചു. ശകുനിയുടെ വദനത്തിൽ പരിഹാസം പൊടിഞ്ഞു നിന്നു. സഭയിലെ ബഹളം മതിര് കടന്നു. ഭീഷ്മർ തല കുനിച്ചിരുന്നു. അധർമ്മം ഫണം വിടർത്തി ആടി. ധൃതരാഷ്ട്രന് വീണ്ടും ഉപദേശിച്ചു. പക്ഷെ മഹാരാജാവ് വഴങ്ങിയില്ല. ഇത്രയെല്ലാം ആയിട്ടും പറഞ്ഞു വിതുരര്. ദുര്യോധനൻ മത്തനായി വിറച്ചു. എവിടെ എന്റെ അടിമയായ പാഞ്ചാലി? പിടിച്ചു വലിച്ചു കൊണ്ടുവരൂ അവളെ. അവൾ സഭയിൽ വരട്ടെ. ചെന്താര് പോലെ തൊടുത്തു വിളങ്ങുന്ന അവളുടെ വദനം കണ്ണുനീർത്തുള്ളികൾ അണിഞ്ഞു തിളങ്ങുന്നതും എനിക്ക് കാണണം. സഭയിൽ നിന്ന് പോയ ദൂതൻ ഉടൻ തിരിച്ചെത്തി. ഋതുമതിയായി ഒറ്റമുണ്ടുടുത്തിരിക്കുന്ന തനിക്ക് സഭയിൽ ഹാജരാകുവാനാവില്ലെന്നും അധർമ്മം മുടിചൂടിയാൽ ശിരസ് നഷ്ടപ്പെടുമെന്നും പാഞ്ചാലി പറഞ്ഞതായി ദൂതൻ അറിയിച്ചു. അതാണ് പാഞ്ചാലി. ദുര്യോധന്റെ മുഖം ചുവന്നു. അവൻ അലറി പറഞ്ഞു, രജസ്വല എന്നെനിക്കറിയുക വേണ്ട. അവള് രജസ്വലയാണെന്നൊന്നും എനിക്കറിയണ്ട. ധിക്കാരിയായ പാഞ്ചാലി ഉടനെ സഭയിലെത്തിക്കുക. അതാണ് ദുഷ്ടബുദ്ധി. ദുഷ്ടബുദ്ധിയല്ലേ അവൻ. എനിക്കതൊന്നും അറിയണ്ടാന്ന്. എന്നിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ആരെയും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്? അനിയനെ പറഞ്ഞു വെച്ചു. അനിയ, നീ പോയിട്ട് പിന്നെ അവളെ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോവാ. നമ്മളെ അടിമയല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ജ്യേഷ്ഠന്റെ വാക്കുകൾ വേദവാക്യായിട്ട് എടുക്കുന്ന ഒരു അനിയനുണ്ട്. ഈ ജ്യേഷ്ഠനേക്കാളും ദുഷ്ടബുദ്ധി. അയാളെ പോയിട്ട് അന്തപുരത്തിലൊരു ദ്രൗപദിയുടെ കബരിയിൽ തലമുടിയിൽ അങ്ങ് പിടിച്ചു. തലമുടിയിൽ അങ്ങ് പിടിക്കുമ്പോ അന്തപുരം ഞെട്ടി വരച്ചു. കൂടുകളിൽ കിടന്ന കളിത്തത്തകൾ പോലും പറഞ്ഞു, അരുതേ അരുതേ അരുതേന്ന്. ഇവനെന്ത് രജസ്വലെ അന്തപുരനാരിയെ സഭയിലേക്ക് വലിച്ചിഴക്കുക, കുലാചാരത്തിന് ഒരിക്കലും ചേരാത്ത ക്രൂരമായ കർമ്മം ജലപ്രഭു അനുഷ്ഠിക്കുക തന്നെ ചെയ്തു. കുരരി പോലെ കരയുന്ന ദ്രൗപദിയെ സഭയുടെ മധ്യത്തിൽ നിർത്തി. താമരപ്പൂ പോലും തോൽക്കുന്ന അരുണനിറമാർന്ന ദ്രൗപദിയുടെ വദനം കണ്ണുനീരിൽ നനഞ്ഞ കാന്തി മങ്ങിയ ചെന്താരുപോലെ ശോഭിച്ചു. കൗരവ സഭയിലിരുന്ന സജ്ജനങ്ങൾ മുഖം താഴ്ത്തി. ആഹ്ലാദമത്തനായ ദുര്യോധനൻ തുടയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ആ തുടക്കാന്ന് നാളെ കിട്ടല്ലേ ഭീമന്റെ തല്ല് കേട്ടോ. ഈ തട്ടന് പോലത്തെ ഒരു തട്ടലാന്ന് അതുണ്ടാവല്. എടി ദ്രൗപദി, നിനക്ക് രക്ഷപ്പെടുവാനും ആനന്ദിക്കുവാനും ഒരു മാർഗമുണ്ട്. ഈ നിൽക്കുന്നവർ ഉണ്ടല്ലോ, നിന്റെ ഭർത്താക്കന്മാരല്ലാന്ന് നീ ഒന്ന് പറഞ്ഞാ മതി. ഇവരെ ഞാൻ കടത്തിൽ നിന്ന് മോചിപ്പിക്കാം. നിന്നെ എന്റെ അന്തഃപുരത്തിൽ അർഹമായ സ്ഥാനം നിന്ന് സ്വീകരിക്കുകയും ചെയ്യാം. പാഞ്ചാലി തീഷ്ണമായ നയനങ്ങളൊരു നോട്ടം നോക്കി, അത് മതിയോ ദഹിക്കാൻ? അട്ടഹസിക്കും പോലെ അവൻ പിന്നെയും പറയുന്നു, നീ അത് സമ്മതിക്കുന്നില്ലെങ്കിൽ ഇവർ നിന്റെ ഭർത്താക്കന്മാരാണെങ്കിൽ എല്ലാ കഴുത്തിൽ താലി കെട്ടിയവരാ ഭണ്ടാറിഞ്ഞിട്ട് ചില വൃത്തികെട്ടേക്കോ ലടയായ സ്ത്രീകളെ മാതിരി നടക്കുന്നവളല്ല പാഞ്ചാലി. കുലസ്ത്രീയാണ് പാഞ്ചാലി. അത് അയോനിയായിട്ടുണ്ടായ സ്ത്രീയാണ് പാഞ്ചാലി. നീ ഞങ്ങളുടെ അടിമയാണ്. അടിമ എന്ത് ചെയ്യാം ഉടമക്ക്. ഇവളുടെ അഹങ്കാരം നശിക്കണം. എന്നെ കളിയാക്കി ചിരിച്ചവളാണ് ഇവൾ. ഇവളുടെ നാണം സഭ കാണണം. കുലനാരിയായ ഇവൾ കുലടയുടെ ഭാവം ചൂടണം. ഇതൊക്കെയാണ് ഇവൻ അട്ടഹസിച്ച് പറയുന്നത്. അനുജ, ദുശാസന, അഹമ്മദിക്കാരിയായ ഇവൾക്ക് 5 തടിമെടുക്കുള്ള ഭർത്താക്കന്മാരുണ്ട്. വലിയൊരു കൂറ്റമുണ്ട്, ഒരു അഹങ്കാരമുണ്ട് ഇവക്ക്. അവർ നോക്കി നിൽക്കെ ഇവളെ ആക്ഷേപിക്കണം. അവളുടെ വസ്ത്രം ഉരിഞ്ഞു കളയോ. നാണം കൊണ്ട് സ്വയം മറഞ്ഞിവൾ നിൽക്കുന്നത് കാണട്ടെ. ദുര്യോധന്റെ ആജ്ഞ കേട്ട് സഭ ഞെട്ടി. അരുത്, ഇത് അധർമ്മമാണ്, ഇത് അധർമ്മമാണ്, അരുത് അരുത് അരുത്. ഹസ്തനാപുരത്തിന് മുകളിൽ മേഘം തുറന്നിട്ട് വരും, അഗ്നി വരും, അഗ്നി. ആ മേഘാഗ്നിയിൽ രാജകൊട്ടാരം കത്തിയാൻ വരും. അരുത്. ഓരോ ദിക്കിൽ നിന്നും ഈ വിളി മുഴങ്ങി. ആര് കേൾക്കാൻ?
ധൃതരാഷ്ട്ര ബധിരനായോ, ഭീഷ്മർ മൂകനായോ, വിതുരൻ അകർമ്മണ്യനായോ, ആരും എതിർത്തില്ല. പാണ്ഡവർ വിളറി വിതുമ്പി ആവേഗരായി പ്രവേഗരായി പ്രചണ്ഡമാരുതൻ മനസ്സിൽ തുള്ളുമ്പുന്നവരായി, ഉന്മത്തരായി, നിർവേദരായി, ശമരായി, നിർലജ്ജരായി. ഇതിനെന്ത് ചെയ്യും? ഈശ്വര, ജഗതീശ്വര, ഭഗവാനെ, ഭക്തവത്സല, ജനാർദ്ദന, ഈ ഏഴയെ രക്ഷിക്കൂ. കശ്മലൻ എന്റെ ഏകവസ്ത്രം ചിന്നാൻ ഇതാ തയ്യാറാവുന്നു. ഗോപതേ, ശ്രീപതി, ലക്ഷ്മികാന്ത, എന്റെ അരയിലെ വസ്ത്രം മാറാതിരിക്കട്ടെ. ദ്വാരകയിലിരുന്ന് എന്നെ അറിയുന്ന ദേവാ, വരൂ. ഏഴയായി പാവം സ്ത്രീയെ പരിരക്ഷിക്കൂ ഭഗവാനെ. അങ്ങകലെ ദ്വാരകയിൽ രുക്മിണിയുമൊത്ത് കേശവൻ വിശ്രമിക്കുമ്പോഴാണ് മേഘമാലകൾക്കിടയിലൂടെ മന്ദമാരുത കരങ്ങളിലേറി കരുണരസം കരകവിയുന്ന കാതര ശബ്ദങ്ങൾ മാധവന്റെ ഹൃദയതടത്തിൽ വന്ന് വീണത്. ഒരു നിമിഷം ഭഗവാൻ നിശബ്ദനായിരുന്നു. വെള്ളി വരാഗകൾ വെള്ളാരം തുമ്പികളോടത്ത് ദ്വാരകയെ പൊതിഞ്ഞു നിൽക്കുന്നത് കേശവൻ കണ്ടു. സാധ്യയായ ദ്രൗപദിയുടെ വിതുമ്പലുകൾ ജീവനിട്ട് ദ്വാരകയെ പൊതിഞ്ഞിരിക്കുന്നു. കേശവന്റെ മുമ്പിൽ കൗരവസഭ തെളിഞ്ഞു വന്നു. ഒരു സിനിമ കാണുന്നത് പോലെ ഭഗവാൻ കാണുന്നു ആർത്തലക്കുന്ന ദുര്യോധനാദികളെ. മനസ്സുപോലും ഇരുട്ടിലായ ധൃതരാഷ്ട്രരെ, അഷ്ടിബന്ധം കൊണ്ട് ഒന്നിനുമാവാതെ പരിങ്ങി നിൽക്കുന്ന ഗുരുക്കന്മാരും പിതാമഹനും, നിസ്സഹായരായ ഹൃദയം തകർന്നു നിൽക്കുന്ന തന്റെ സ്വന്തം പാണ്ഡവന്മാരെയും ഭഗവാൻ കാണുന്നു. ഇവരുടെ നടുവിൽ ആഴക്കടലിലേക്ക് മൂക്കറ്റം മുങ്ങുവാൻ പോകുന്ന ഒരു നിസ്സഹായതയുടെ ഭാവത്തോടെ വിതുമ്പി പരുങ്ങി നിൽക്കുന്ന ദ്രൗപദിയെയും കണ്ടു. അവളുടെ മുമ്പിൽ സംഹാരരുദ്രനെ പോലെ കണ്ണുകൾ ജ്വലിപ്പിച്ചു നിൽക്കുന്ന ദുശാസനെയും ഭഗവാൻ കണ്ടു. പാഞ്ചാലിയുടെ മനസ്സിലേക്ക് കണ്ണൻ ഇറങ്ങി വന്നു. പിന്നല്ല, ഏഴകൾക്ക് ആശ്രയമല്ലേ ഭഗവാൻ? കരയുന്നവരെ കണ്ണുനീര് തുടക്കുന്നവനല്ലേ ഭഗവാൻ? ദ്രൗപദിയുടെ വസ്ത്രം ദുശാസന്റെ കരത്തിൽ അധർമ്മച്ചിരി പോലെ തിളങ്ങി. അതിശയം മറ്റൊന്ന് അവളുടെ അരയിൽ തിളങ്ങി. ദുശാസൻ അതമഴിച്ചു. ഇനിയുമൊന്ന്, മറ്റൊന്നരയിൽ. എല്ലാവരും ഇനിയുമൊന്ന് അഴിച്ചോണ്ടിരിക്കുന്നു. അരയിലെ വസ്ത്രം അതുപോലെ ഉണ്ട്. അധർമ്മത്തിന് മുമ്പിൽ പരിഹാസചിരിയുടെ കൂമ്പാരമായി സഭയിൽ വസ്ത്രങ്ങൾ കുന്നുകൂടി. കേശവൻ പാഞ്ചാലിയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. പിന്നെ എല്ലാ സ്വന്തം അനുജത്തിയുടെ സ്ഥാനം കൊടുത്ത് പരിപാലിക്കുന്ന ആളാണ് പാഞ്ചാലി. ഇവര് പറയും പോലെ പാഞ്ചാലിയിൽ ഒരു കണ്ണുണ്ട് എന്നൊന്നുമല്ല. പാഞ്ചാലിയിൽ ഒരു കണ്ണല്ല ഭഗവാന്, 2 കണ്ണുണ്ട് പാഞ്ചാലിയിൽ. അതുപോലെ സങ്കടപ്പെടുന്നവരോടെല്ലാം ഭഗവാന്റെ 2 കണ്ണുണ്ടാവും അവരുടെ നേരെ. ദുശാസൻ തളർന്നു വീണു. ദ്രൗപദി കണ്ണു തുറന്നു സഭയെ നോക്കി. അതുവരെ കണ്ണു തുറന്നില്ല. ഇതിങ്ങനെ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ പാഞ്ചാലിക്ക്. പക്ഷെ അറിയാം, ഭഗവാൻ എന്നെ കാക്കുന്നില്ലത് അറിയാം. എന്തായാലും എന്നിട്ടും കണ്ണടച്ചു നിന്നു. ഇപ്പം കണ്ണൊന്ന് തുറന്നു നോക്കി. ആ സമയത്ത് ചിരിമറന്ന് ചിന്ത കൊണ്ട് ചന്തം വിട്ടിരിക്കുന്ന കൗരവസഭ. ഒന്നുമില്ല, എല്ലാം സാലഭഞ്ജിക പോലെ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അപ്പോഴും ദ്രൗപദി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഏതോ ഗുഹയിൽ നിന്നുണർന്നു വരുന്ന ശബ്ദം പോലെ അവൾ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ജന്മന അന്ധനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായി, അന്ധം മാത്രമല്ല ബധിരനും മൂകനുമാണെന്ന്. കുലസ്ത്രീയായ എന്നെ പൗരപ്രധാനികൾ ഇരിക്കുന്ന സഭയിലേക്ക് വലിച്ചിഴച്ചത് എന്ത് ധർമ്മത്തിലാണ്? ഇത് കണ്ടിരിക്കുന്ന പിതാമഹൻ ധർമ്മം ഉപേക്ഷിച്ചോ? ദ്രോണന് സത്യം മറന്നോ? ഇല്ല. നിങ്ങളെല്ലാം അന്നം കൊണ്ട് ഋണബാധ്യതയുള്ളവരാണ്. എന്നാൽ ദ്രൗപദിക്ക് കടമില്ല. അവൾ സത്യം പറഞ്ഞ് ശീലിച്ചവളാണ്. പാണ്ഡവരുടെ ധർമ്മപത്നിയാണ്. സത്യകർമ്മ കുശലയാണവൾ. ഞാനിതാ ഉറപ്പിച്ചു പറയുന്നു, കുലദൈവങ്ങളെ സാക്ഷിയാക്കുന്നു. അരക്കൊരു തുണ്ട് വസ്ത്രം മാത്രമായി വന്ന എന്റെ മുമ്പിൽ വാരിക്കൂട്ടിയിരിക്കുന്ന വസ്ത്രകദമ്പം എല്ലാവരും കണ്ടുവല്ലോ. ഇതെനിക്ക് തന്ന ദ്വാരകാപതിയായ എന്റെ ഭഗവാൻ, എന്റെ കേശവൻ, ആ പൊന്നുതമ്പുരാനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ധാർത്തരാഷ്ട്രന്മാരെ നിങ്ങൾ ശതത്തെയും പോർത്തലത്തിങ്കെന്നു കൊല്ലുക മാരുതി. വീറു കൊടുത്ത ശകുനിയെയും പോരിൽ വീരനായൊരു സഹദേവൻ കൊല്ലുക. അങ്ങനെ ഓരോരാളെയും, കർണനെ അർജുനൻ കൊല്ലുക. അന്ന് ഓരോരാളെയും ഇന്നാള് കൊല്ലുമെന്ന് പറഞ്ഞു. എന്റെ ഉടുപടത്തുമ്പിൽ കരം വെച്ച ദുശാസന്റെ മാരടം എന്റെ നാഥനായ ഭീമൻ അടിച്ചു പൊളിക്കും. അവിടെ നിന്നുയരുന്ന രക്തധാര കൊണ്ട് എന്റെ
അഴിഞ്ഞ മുടി പാണ്ഡവൻ നനയ്ക്കും. അന്നേ ഞാൻ ഇനി ഈ മുടി കെട്ടിവെക്കുകയുള്ളൂ. ഇത് സത്യം, സത്യം, സത്യം. പാഞ്ചാലി സത്യം ചെയ്തു. ദ്രൗപദിയുടെ വാക്കുള്ള അഗ്നിജ്വാലകളായി സഭയിലിറങ്ങി വന്നു. സർവനാശത്തിനായി ശാപാഗ്നി ആളിപ്പടരുവാൻ തുടങ്ങി. ഭീഷ്മരുടെ ഉപദേശമനുസരിച്ച് ധൃതരാഷ്ട്രൻ പുത്രവധുവിനെ മോചിപ്പിച്ചു. അവളോട് ഇഷ്ടമുള്ള വരങ്ങൾ ചോദിക്കുവാൻ പറഞ്ഞു. ഒന്നാമത്തെ വരത്തിൽ ഭർത്താക്കന്മാരെ മോചിപ്പിച്ചു. രണ്ടാമത്തെ വരത്തിൽ സന്താനങ്ങളെ രക്ഷിച്ചു. ധൃതരാഷ്ട്ര പറഞ്ഞു, മൂന്നാമതൊരു വരം കൂടി തരുന്നു, ചോദിച്ചോളൂ. ദ്രൗപദി ആ വരം വാങ്ങിയില്ല. അത് അവിടെ തന്നെ കിടക്കട്ടെ, കയ്യയുടെ മാതിരി അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ശകുനിയുടെ നിമന്ത്രണത്താൽ ദുര്യോധനൻ വീണ്ടും പിതാവിനെ സ്വാധീനിച്ചു. കൊണ്ടുവന്നിട്ടും വിട്ടില്ല, എന്നിട്ടും വിട്ടില്ല. ധൃതരാഷ്ട്രൻ ധർമ്മജനെ വിളിച്ചു. മകനെ, അരുതാത്ത പലതും നടന്നു, വിരോധം മനസ്സിൽ കാണരുതേ. അപ്പോഴാണ് കൊടുക്കേണ്ടത് മുഖം നോക്കിയിട്ട് ഒരടി. അതുകൊണ്ട് ആനന്ദത്തിൽ തുടങ്ങിയത് ആനന്ദത്തിൽ തന്നെ അവസാനിക്കട്ടെ. ആരുടെ ആനന്ദം? ധാർത്തരാഷ്ട്രന്മാരുടെ ആനന്ദം. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ചൂത് കളിക്കുക, വിനോദം അങ്ങനെ തന്നെ അവസാനിക്കട്ടെ. ധർമ്മജൻ സമ്മതിച്ചു. പന്തയം ഒന്ന് മാത്രം. തോൽക്കുന്നവർ 12 കാലം വനവാസവും 1 വർഷക്കാലം നാട്ടിൽ അജ്ഞാതവാസവും നടത്തണം. ഈ അജ്ഞാതവാസ കാലത്ത് കണ്ടെത്തിയാൽ വീണ്ടും 12 വർഷം, 1 വർഷം അജ്ഞാതം, വീണ്ടും 12 വർഷം, വീണ്ടും 12 വർഷം. അങ്ങനെ ഇവരുടെ കാലം കഴിയുന്നാണ് ഈ വിദ്യാസുരന്മാർ, ദുഷ്ടബുദ്ധികള് കണക്കൂട്ടിയത്. അതിന് വിടുവോ ഭഗവാൻ? വിടൂല. ദുര്യോധനൻ പന്തയം പറഞ്ഞു. ധൃതരാഷ്ട്രൻ പറഞ്ഞത് കൊണ്ട് മാത്രം ധർമ്മജൻ കളിക്കാനിരുന്നു. ശകുനി അക്ഷമെടുത്ത് കളി തുടങ്ങി. ചതിയും വഞ്ചനയും അറിയാത്ത ധർമ്മജൻ ഇക്കുറിയും തോറ്റു. പാണ്ഡവരെ ആരും മോചിപ്പിച്ചില്ല. കടബാധ്യതയിൽ നിന്നൊഴിയുവാൻ അവർ ശ്രമിച്ചതുമില്ല. സഭയിലാകെ വാർത്ത പരന്നു. പാണ്ഡവർ വനവാസത്തിന് പോകുന്നു. 12 വർഷം വനത്തിൽ, 1 വർഷം ആളറിയാതെ നാട്ടിൽ. 14-ാം വർഷം ധർമ്മജൻ രാജാവാകും. ഇത് തീർച്ചയാണ്. കുരുക്കളുടെ വംശനാശവും വന്ന് പൂർത്തിയാകും. ധൃതരാഷ്ട്രോട് സത്യം പറഞ്ഞു. ധൃതരാഷ്ട്രൻ കേട്ടില്ല. എങ്ങനെ കേൾക്കാനാ? വിതുരനും ഭീഷ്മരും ദുഃഖിച്ചു. അവർക്കെല്ലാം ഒരു കാര്യം ബോധ്യമായി. കൗരവ കുലത്തിന്റെ ആയുസ് 13 വർഷം മാത്രം. പാണ്ഡവർ മരവരി ധരിച്ചു. ദ്രൗപദിയോടൊത്ത് വനത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. പുത്രന്മാരെ പാഞ്ചാലത്തിലേക്ക് അയച്ചു. മക്കളെ പാഞ്ചാലത്തിലേക്ക്, സ്വന്തം നാടായ പാഞ്ചാലം അവിടേക്ക് അയച്ചു. കുട്ടികൾ അവിടെ പോയി ജീവിക്കട്ടെ. ഇവര് കഷ്ടപ്പെടുന്ന പറഞ്ഞ കുട്ടികൾ അങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. അതുകൊണ്ട് അവരെ പാഞ്ചാലത്തിലേക്ക് അയച്ചു. പാഞ്ചാലി മറ്റുള്ള സ്ത്രീകൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോയി. വൃദ്ധയായ കുന്തി വിതുരരോടൊപ്പം താമസിക്കാമെന്ന് തീരുമാനിച്ചു. വനത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന പാണ്ഡവരെ നിറകണ്ണുകളോടെ കുന്തി യാത്രയാക്കി. കുന്തി പറഞ്ഞു, എന്ത് പറഞ്ഞു? കുന്തിയുടെ നല്ലൊരു ശാപം ഇവരുടെ മേലിതാ, ശാപാഗ്നി. എന്നെ ഈ നിലയിലാക്കിയവരുടെ ഭാര്യമാർ ഇന്നു തൊട്ട് 14 വർഷം കഴിയുമ്പോൾ ഭർത്താക്കന്മാരും ബന്ധുക്കളും വധിക്കപ്പെട്ട് സർവാംഗം രക്തം പുരണ്ട് മുടി അഴിച്ചിട്ട് അശുദ്ധകളായി ഉദകക്രിയ ചെയ്ത് ഈ നഗരത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. കുന്തിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എല്ലാവരും ഭയന്നു. 14-ാം വർഷത്തിൽ കഴുകന്മാർ നഗരത്തിന് മുകളിൽ പാറി നടക്കുന്നത് അവർ ഭാവനയിൽ കണ്ടു. അവര് മാത്രമല്ല, നമ്മളും കാണുന്നു. അങ്ങനെ വേണം. വ്യാമോഹ പ്രശമൗഷധം മുനിമനോവൃത്തി പ്രവൃത്യൗഷധം ദൈത്യേന്ദ്രാർത്തികരൗഷധം ത്രിഭുവനീ സഞ്ജീവനൈകൗഷധം ഭക്താത്യന്തഹിതൗഷധം ഭവഭയപ്രധ്വംസനൈകൗഷധം ശ്രേയ പ്രാപ്തികരൗഷധം പിവമന ശ്രീകൃഷ്ണ ദിവ്യൗഷധം. ശ്രീ ഭഗവാനേ ഭക്തവത്സലാ